വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ധാർമ്മിക മൂല്യങ്ങളെ നിരാകരിച്ച് അരാജകത്വം വളർത്തുന്ന അവസ്ഥയോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിനാണ് ഭൂരിപക്ഷം പേരും താല്പര്യപ്പെടുന്നത്. ഭൂരിപക്ഷത്തോട് ചേരുന്നതാണ് അതിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ന ചിന്ത ആണ് ഇതിന് കാരണം. പാപത്തിൽ വീഴുന്നു എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. പാപപ്രവൃത്തി ഒരു പക്ഷേ പെട്ടെന്ന് ഉണ്ടായതായിരിക്കാം. എന്നാൽ ആ പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നതാണ് സത്യം. പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന റോമർ 12:2 വാക്യം. ഇവിടെ ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തെ അല്ല. ദൈവം ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചതിന് ശേഷം നല്ലത് എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ലോകം എന്നത് ദൈവത്തെയും ആത്മീക മൂല്യങ്ങളെയും നിഷേധിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥിതിയെ ആണ്. ലോകം എന്ന പദത്തെ ഈ അർത്ഥത്തിൽ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ 15, 18, 19 വാക്യങ്ങൾ. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവിക സത്യങ്ങളെ നിഷേധിക്കുന്നതുമായ അവസ്ഥയെ ആണ് ലോകം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സ്വാധീനതയിലും സമ്മർദ്ദത്തിലും വീഴാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? കഴിയും എന്നതിന് തെളിവായി തിരുവചനത്തിൽ നിന്ന് 2 സംഭവങ്ങൾ ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ. ഇസ്രായേലിലെ അഹാബ് രാജാവിൻ്റെ കാലത്ത് ഉണ്ടായതാണ് ഒന്നാമത്തെ സംഭവം. അഹാബിനെ കുറിച്ച് പറയുന്നത്, തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തവൻ എന്ന 1 രാജാക്കന്മാർ 16:30. ആ കാലത്ത് ബാലാരാധന പ്രോത്സാഹിപ്പിക്കപ്പെട്ടതിനാൽ ബാൽ ആരാധന രാജ്യത്താകമാനം വ്യാപിച്ചു. ഇസ്രായേൽ രാജ്യം തന്നെ അതിനായി തൻ്റെ സ്ഥാനം ദുരുപയോഗപ്പെടുത്തി. എങ്കിലും അഹാബ് രാജാവിൻ്റെ ശാസനത്തിന് വഴങ്ങാതെയും ഇസ്രായേൽ രാജ്ഞിയുടെ ഭീഷണിക്ക് കീഴടങ്ങാതെയും ബാലിൻ്റെ മുൻപിൽ നമസ്കരിക്കാതെ ഏലിയാവും വേറെ 7000 പേരും ദൈവത്തോട് ചേർന്ന് നിന്നു. 1 രാജാക്കന്മാർ 19:18 വാക്യം. ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരിൽ പലരെയും വധിച്ചുവെങ്കിലും രാജാവിൻ്റെ ഭീഷണി ഏലിയാവിനെയും 7000 മറ്റ് ശിഷ്യന്മാരെയും ഭയപ്പെടുത്തിയില്ല. അവർ ദൈവത്തോട് ചേർന്ന് നിന്നു. സ്വന്തം പേര് പോലും മാറ്റി ബാബിലോണിയ സാമ്രാജ്യത്തിൽ അടിമകളാക്കപ്പെട്ട 4 യുവാക്കന്മാരുടേതാണ് രണ്ടാമത്തെ സംഭവം. രാജാവിൻ്റെ ഭക്ഷണമായ വീഞ്ഞും മാംസവും ഭക്ഷിപ്പാൻ അവർ നിർബന്ധിതരായി. എന്നാൽ അവരൊരു തീരുമാനമെടുത്തു. രാജഭോജനം ഭക്ഷിച്ച് തങ്ങളെ തന്നെ അശുദ്ധരാക്കില്ല. ദാനിയേൽ 1:8. രാജാവ് നിർത്തി ബിംബത്തെ നമസ്കരിക്കാത്തവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും എന്ന രാജകൽപ്പന ഭയപ്പെടാതെ തീച്ചൂളയിൽ എറിയപ്പെടുന്നതിന് തങ്ങളെ തന്നെ അവർ ഏൽപ്പിച്ചു കൊടുത്തു. ദാനിയേൽ 3:17-18 വാക്യങ്ങൾ. രാജാവിനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ പ്രാർത്ഥിക്കുന്നവരെ സിംഹക്കുഴിയിൽ ഇട്ടുകളയും എന്ന രാജകൽപ്പനയെ ഭയപ്പെടാതെ മുൻപ് ചെയ്തതുപോലെ പ്രാർത്ഥിപ്പാൻ ദാനിയേൽ തയ്യാറായി. ദാനിയേൽ 6:10. തീച്ചൂളയിലും സിംഹക്കുഴിയിലും എറിയപ്പെട്ട ഈ യുവാക്കന്മാർ 4 പേരെയും ദൈവം സംരക്ഷിച്ചു. ഈ യുവാക്കന്മാരെ പോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെയും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെയും എതിർക്കേണ്ടവരാ നാം. അതിന് നമ്മിൽ ഒരു ആന്തരിക പുതുക്കം ഉണ്ടാവണം. ആന്തരിക പുതുക്കത്തിൽ കൂടി നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കണം. മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന കാലത്ത് തനിക്കുണ്ടായ ഒരനുഭവം വാച്ച്മാനി എന്ന പ്രസിദ്ധ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ യൗവനകാലത്ത് താൻ കൂട്ടുകാരുമായി പണം വെച്ച് ചീട്ട് കളിക്കുമായിരുന്നു. നാളുകൾക്ക് ശേഷം പഴയ കൂട്ടുകാരെ വാച്ച്മാനി കണ്ടു.
നീയുടെ മാനസാന്തരം അറിയാത്ത കൂട്ടുകാർ അവനെ ചീട്ട് കളിക്കുവാൻ പ്രേരിപ്പിച്ചു. വഷ്മാന്നി അവരോട് പറഞ്ഞു, കളിക്കുവാൻ ഞാനില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൈകൾ ഇല്ല. കൂട്ടുകാർ ആശ്ചര്യത്തോടെ, നീയുടെ ഈ കൈകളാണോ ഇല്ല എന്ന് നീ പറയുന്നത്? അപ്പോൾ നീ പറഞ്ഞു, അതെ, ഇപ്പോൾ എൻ്റേതല്ല. 6 മാസത്തിന് മുൻപ് ഞാൻ എൻ്റെ കൈകളെ യേശുവിന് കൊടുത്തു. ഇപ്പോൾ എൻ്റെ കൈകൾ യേശുവിൻ്റേതാണ്. ഇതാണ് രൂപാന്തര അനുഭവം. ശരീരവും ശരീരത്തിലെ എല്ലാ അവയവവും കർത്താവ് തരുന്നതെല്ലാം കർത്താവിനായി നൽകുന്നതാണ് രൂപാന്തര അനുഭവം. വാഷ്മാനിയിൽ ഉണ്ടായ ഈ രൂപാന്തര അനുഭവം ഇന്ന് നമുക്കും ആവശ്യമില്ലേ? എങ്കിൽ ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ആമേൻ.